കേരളത്തിലെ കോളേജ് സീറ്റുകളിൽ 82,230 സീറ്റുകൾ ഇന്ന് വേക്കന്റ് ആണ്. എന്ന് പറഞ്ഞാൽ 82,230 വിദ്യാർത്ഥികൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കോഴ്സുകൾ പഠിക്കാനായിട്ട് വരുന്നില്ല. +2 കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ 11ാം ക്ലാസ് കഴിയുന്നതോടുകൂടി കോഴ്സ് നിർത്തിയിട്ട് കുട്ടികൾ പോവുകയാണ് എന്ത് ജോലിയും ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 118 സ്കൂളുകൾ 50% കാലിയാണ്. അധ്യാപകർക്ക് വരും കാലങ്ങളിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ലോഡ് നിലനിൽക്കണം. വർക്ക് ലോഡ് നിലനിൽക്കണമെങ്കിൽ സ്റ്റുഡൻസിന്റെ എണ്ണം വേണം, കൃത്യമായിട്ടുള്ള അവേഴ്സ് ഉണ്ടാവണം. ഇല്ലാതെ മേ ബി നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ 2030 അധ്യാപന രംഗത്ത് ഭീകരമായിട്ടുള്ള വെല്ലുവിളികളാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മനസ്സുമെടുക്കുന്ന കാര്യം പറഞ്ഞു. എന്റെ ഒരു വിദ്യാർത്ഥി ഈ കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം വിയന്ന വരെ പോയി. വിയന്നയിൽ പോയിട്ട് ഒരാഴ്ച ചെലവഴിച്ചു വന്ന ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിടെ കണ്ട ലോകവും ഞാൻ ഇവിടെ അനുഭവിച്ച ലോകവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവസരങ്ങളാവാം, അല്ലെങ്കിൽ സാംസ്കാരിക പരിസരങ്ങളാവാം, അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുമല്ലോ ഫസ്റ്റ് വേൾഡ് എന്ന്, ആ ഒരു ലോകത്തുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളാവാം, അതുപോലെ തന്നെ പുതിയ സാധ്യതകളാവാം. ഇതെല്ലാം തുറന്നു വെക്കുന്ന ഒരു വലിയ ലോകമാണ്. അപ്പൊ ഇതിനനുസരിച്ച് ഇപ്പൊ കേരളം വൃദ്ധന്മാരുടെ ഭവനമാകുന്നു, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ആകുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിനെതിരെ നിൽക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ യാതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ യുവാക്കൾക്കാണെങ്കിലും അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കാനുള്ള മടി, അതുപോലെ തന്നെ ഈ 70കളിലൊക്കെയോ എപ്പോഴോ ഒക്കെ തന്നെ അവസാനിച്ചു പോയ ചിന്താഗതികൾ, ഇതെല്ലാം മാറിയില്ല എന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ പോവുക തന്നെ ചെയ്യും. നമുക്ക് അവരെ തടഞ്ഞു നിർത്താനാവില്ല. കാരണം ലോകം മാറുന്നത് അറിയുന്ന ചെറുപ്പക്കാരാണ്, ലോകം കൈക്കുമ്പിളിൽ വെച്ച് നടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവസരങ്ങൾ എവിടെയുണ്ടോ അവിടെ പോവുക, അവിടെ നിലനിൽക്കാനുള്ള ചിന്തയിലേക്ക് വരികയാണ്. അപ്പം കേരളം വിയന്നയിലേക്ക് പറിച്ച്, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പറിച്ചു നടന്നപ്പോഴാണ് യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങളെ ഇവിടെ പുനഃസൃഷ്ടിക്കുന്ന രീതിയിലുള്ള നയപരിവർത്തനം നടത്തുവാനുള്ള ധൈര്യം രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾക്കും ദൗർഭാഗ്യവശാൽ നാളിതുവരെ ഇല്ല. പോളിസി ചേഞ്ചസിനെ പറ്റി നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വി ആർ സ്റ്റക്ക് സംവെയർ ഇൻ ദ mid-90s. ഒരു 90കളുടെ പകുതിയിലാണ് ഈ 2026 നമ്മൾ നിൽക്കുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ 65% മേലെ പെൻഷനും സാലറിക്കും ചെലവഴിക്കുന്നു. പുതിയ വ്യവസായങ്ങൾക്ക് സംരക്ഷണങ്ങൾ ഉണ്ടാവുന്നില്ല, പുതിയ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. ഇതൊക്കെ ചേർന്ന് വരുന്ന സമയത്ത് സമ്മർദ്ദങ്ങളെ ചെറുപ്പക്കാരിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് കേട്ടതാണ്, തിരുവിതാംകൂറിലൊക്കെ തന്നെ ജോലി ചെയ്യാൻ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വീട് എഴുതി കൊടുക്കുന്ന അച്ഛനും അമ്മയും, രണ്ടാമത്തെ നിലയിൽ എന്താണ് നടക്കുന്നത് അറിയാൻ പറ്റാതെ ഒരു ജീവിതകാലം മുഴുവൻ താമസിക്കേണ്ടി വരുന്ന വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ, ഇതൊക്കെ കാണിക്കുന്ന ചില ഡിക്ലൈനിങ് ടെർമിനലി ഇല്ലായിട്ടുള്ള രോഗാതുരമായിട്ടുള്ള ഒരു സമൂഹമാണിത്. കുറച്ചു നാൾ കഴിഞ്ഞാൽ എന്റെ ഒരു ഭാവനയിൽ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വയോധികന്മാരുടെ രോഗത്തിന്റെ മുറവിളികൾ നിറയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്.